ഇന്ന് രാവിലെ ഒരു റേഡിയോയിൽ പരിപാടി അവതരിപ്പിക്കാനിരിക്കുമ്പോൾ ഞാൻ ആ പരിപാടിക്ക് ജോയിൻ ചെയ്യുന്നതിന് മുമ്പേ അവർ ചർച്ചയ്ക്കെടുത്ത വിഷയം മറ്റുള്ളവരെക്കുറിച്ചും മറ്റുള്ളതിനെക്കുറിച്ചുമുള്ള പ്രതീക്ഷയെക്കുറിച്ചാണ്. ആ പ്രതീക്ഷ അത് വളരെ അപകടം പിടിച്ചതാണെന്നും അതിൽ ആത്മാർത്ഥതയോടെ ആര് പ്രതീക്ഷിക്കുന്നുവോ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ കാര്യം പോക്കാണെന്നും ഞാൻ കൃത്യമായി പറഞ്ഞു. നമ്മുടെ സമൂഹത്തിൽ പൊതുവിലുള്ളൊരു കാഴ്ചപ്പാട് ഒരാണും പെണ്ണും തമ്മിൽ ബന്ധത്തിലേർപ്പെട്ടാൽ എപ്പോഴും വേട്ട ചെയ്യുക ആണായിരിക്കുമെന്നും പെണ്ണ് ഇരയായിരിക്കുമെന്നുമാണ്. അതിനുപോൽബലകമായ കുറേ സംഭവങ്ങൾ മാത്രം ഓർത്തു വെച്ചവരും അതിനുവേണ്ടി വാദിക്കുന്ന ഫെമിനിസ്റ്റുകളും അവർക്ക് വേണ്ടി കരയുന്ന ആങ്ങളമാരും അവർക്ക് വേണ്ടി കണ്ണീർ പൊഴിക്കുന്ന അമ്മാവന്മാരും അടക്കം വലിയൊരു നിര സമൂഹത്തിലുണ്ട്. അങ്ങനെ അല്ല എന്നെങ്ങാനും പറഞ്ഞു പോയാൽ സ്ത്രീവിരുദ്ധതയും അതടക്കമുള്ള കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യപ്പെടും. ഈ സമീപ കേരളത്തിൽ ചരിത്രത്തിൽ ഒരുപാട് വിദ്വേഷം നടത്തിയവരും ഒരുപാട് കുറ്റകൃത്യങ്ങളും കള്ളത്തരങ്ങളും ചെയ്തതുമെല്ലാം സ്വതന്ത്രമായി വിഹരിക്കുമ്പോൾ 14 ദിവസത്തിൽ 1 മണിക്കൂർ പോലും കുറയാതെ ജയിലിൽ തടവറയിൽ കസ്റ്റഡിയിൽ കഴിഞ്ഞ ആളിൻ്റെ പേര് രാഹുൽ ഈശ്വർ എന്നാണ്. പുള്ളി ചെയ്ത കുറ്റകൃത്യം അക്ഷന്തവ്യമാണ്, കടുത്ത അപരാധമാണ്, വളരെ ക്രൂരമാണ്. സ്ത്രീത്വത്തെ അപമാനിച്ചു, അതിജീവതയെ അപമാനിച്ചു. എന്നാൽ അതിജീവതനായി പോലും ജീവിക്കാൻ കഴിയാതെ ആത്മാർത്ഥതയുടെ പേരിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥ പറയാനാകണം എനിക്കൊരു ബന്ധവുമില്ലാത്ത ഒരു സഹോദരി എൻ്റെ മെസ്സഞ്ചറിൽ വന്ന് എന്നെ വിളിക്കുകയും ഒരു കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറയുകയും ചെയ്തു. അപ്പോഴേക്കും ഞാൻ ആ പ്രൊഫൈലിലൊക്കെ നോക്കിയപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. നമ്പർ എനിക്ക് തന്നു, ഞാൻ വിളിച്ചു. എൻ്റെ ഉദ്ദേശം തെറ്റിയില്ല. വളരെ കണ്ണീരോടെ സങ്കടത്തോടെ അവർ ആ കഥ പറഞ്ഞു, ഒരു മകനെ നഷ്ടപ്പെട്ട കഥ. പക്ഷേ കേരളം അത് വല്ലാണ്ട് ചർച്ച ചെയ്തില്ല, കേട്ടില്ല. എന്തേ കേരളം കേൾക്കാഞ്ഞത്, ചർച്ച ചെയ്യാതിരുന്നത്? കേരളം ചർച്ച ചെയ്യണമെങ്കിൽ ഈ പറയുന്ന പെൺകുട്ടി ഒരു പ്രത്യേക സമുദായത്തിലേതും ആൺകുട്ടി ഒരു പ്രത്യേക സമുദായത്തിലേതുമാണെങ്കിലേ അതിന് കൂടുതൽ അപ്പന്മാരും അവകാശികളും അമ്മാവന്മാരും സനാതനധർമ്മക്കാരും അത് പ്രോത്സാഹിപ്പിക്കുന്നവരും ഒക്കെ അടങ്ങുന്ന ആളുകൾ കൂടാതെ ലവ് ജിഹാദുകാരടക്കം രംഗത്ത് വരികയുള്ളൂ. ഇതിലിപ്പോൾ അതിനൊന്നുമുള്ള സ്കോപ്പില്ല. ഇത് സത്യം പറഞ്ഞാൽ ഊഞ്ഞാലാട്ടി മൂഞ്ഞാലാട്ടി തേച്ച് പറ്റിച്ച് എന്നൊക്കെ പറയാവുന്നത് പോലെയാണ് ആ കഥ. ഏതായാലും ഫേസ്ബുക്കിൽ അതിനെക്കുറിച്ച് വന്ന ഒരു കുറിപ്പ് ഞാനൊന്ന് വായിക്കാം. മറ്റൊരു ഷാരോൺ കൂടി, പേര് പുറത്തു പറയാൻ ആഗ്രഹിക്കാത്ത ഒരു ഗ്രീഷ്മ. ആൽബിയൽ, ഞങ്ങളുടെ പൊന്നോമന മകൻ, ഞങ്ങളുടെ കുട്ടി ഞങ്ങളെ വിട്ടുപോയ ദിവസമാണ് 1/1/2026 പുതുവർഷം. പ്രേമിച്ചവൾക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിച്ച് ഞങ്ങളുടെ 21 വയസ്സുള്ള മകൻ ഞങ്ങളെ വിട്ടു പിരിഞ്ഞിട്ട് ഇന്നേക്ക് 4 ദിവസം. കാപട്യവും കള്ളത്തരവും ഇല്ലാത്ത സ്നേഹത്തിന് തിരിച്ചു കൊടുത്ത മറുപടി. ഒടുവിൽ സ്വന്തം കൈപ്പടയിൽ മറ്റാർക്കും കുറ്റമില്ലെന്ന് എഴുതി അവൻ സ്വയം ജീവനൊടുക്കി. ആ കത്തിൽ പോലും അവൻ സ്നേഹിച്ചിരുന്ന ആ പെൺകുട്ടിയുടെ പേര് പറയാൻ അവൻ ആഗ്രഹിച്ചിരുന്നില്ല. കാരണം ആ കുട്ടിക്കൊന്നും വരരുത് എന്നവൻ കരുതി. പക്ഷേ അവൻ കരുതിയതുപോലെ അല്ലായിരുന്നു ലോകം. അവൻ്റെ മരണശേഷം അവനുവേണ്ടി ആ കുട്ടി സങ്കടപ്പെടുമെന്ന് അവൻ വിചാരിച്ചു. തെറ്റുപറ്റി മോനെ, നിനക്ക് പറ്റിയ മൊത്തം തെറ്റ്. ഈ ലോകം കണ്ടു തുടങ്ങിയതേ ഉള്ളൂ എൻ്റെ കുട്ടി. അമ്മയെപ്പോലെ നിന്നെ സ്നേഹിക്കാൻ ഈ ലോകത്ത് ആരുമില്ലെന്ന് നീ മനസ്സിലാക്കിയില്ല. ഒരു ജന്മം കരയാനുള്ള സങ്കടം അമ്മയ്ക്ക് നീ തന്നിട്ടാണ് പോയത്. നീ കരുതിയതുപോലെ 1-2 ദിവസം കരയുമ്പോൾ തീരുന്നതല്ല ആ വേദന. ആൺമക്കളെ വളർത്തുന്ന അമ്മമാർ എപ്പോഴും ഇതുപോലെയുള്ള ചതിക്കുഴികളെപ്പറ്റി മക്കളെ ബോധവാന്മാരാക്കണം. അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ മുത്തുപോലത്തെ മകനെയാണ്. ഇതുപോലെ ചതിയിലാക്കുന്ന പെൺകുട്ടികളെ നിങ്ങളോടെനിക്ക് പറയാനുള്ളത്, ഈ ആൺകുട്ടികളെ ജനിപ്പിച്ച അമ്മയും ഒരു പെണ്ണാണ്. നിങ്ങൾ അവരെ പൈസയ്ക്ക് വേണ്ടിയോ നിങ്ങൾ അവരെ വിനിയോഗിക്കുകയോ എന്തു വേണമെങ്കിലും ചെയ്തോളൂ. പക്ഷേ കരകയറാൻ പറ്റാത്ത വിധം ആഴത്തിലേക്ക് അവരെ മരണത്തിലേക്ക് തള്ളിവിടാതിരിക്കുക. ഒരിക്കലും അമ്മയുടെ മുന്നിൽ നിന്ന് അവളുടെ കരങ്ങളിൽ നിന്ന് ആ കുഞ്ഞിനെ വേർപെടുത്താതിരിക്കുക. ദൈവം നമുക്ക് തന്ന മനുഷ്യജന്മം അങ്ങനെ ജീവിക്കാനുള്ള ഒരു അവസരമാണ് നിങ്ങൾ ഇല്ലാതാക്കിയത്, നിങ്ങൾ അർത്ഥശൂന്യമാക്കിയത്. അച്ഛൻ്റെ ജീവിതം, ഒരമ്മയുടെ ജീവിതം, ഒരു പെങ്ങളുടെ ജീവിതം, അവരുടെ സന്തോഷമാണ് നീ വലിച്ചു പറിച്ചെടുത്തത്. ഞങ്ങളുടെ കുട്ടി പെട്ടെന്നല്ലേ പോയത്? അവൻ മാസങ്ങളോളം ഇഞ്ചിഞ്ചായി മരിച്ച് ഡിപ്രഷനിലൂടെ കടന്നുപോയപ്പോൾ കൗൺസിലിങ്ങിലൂടെയും പലതവണ അവനെ ജീവിതം തിരിച്ചു പിടിക്കാൻ ഞാൻ ശ്രമിച്ചു. ഞങ്ങൾ പല സ്ഥലത്തും അവനെ കൊണ്ടുപോയി. ആ സമയത്ത് പോലും അവൻ ഇഞ്ചിഞ്ചായി ഞങ്ങളറിയാതെ അവനെ നോവിച്ചുകൊണ്ടേയിരുന്നു. എല്ലാം ഈ നെഞ്ചിൽ തറഞ്ഞു കിടക്കുന്നു. ഒരമ്മയുടെ ഹൃദയവേദന എല്ലാ മക്കളും മനസ്സിലാക്കി വളരണം. അമ്മ ശാസിക്കുന്നത് ഇതുപോലൊരവസ്ഥയിൽ എത്തിപ്പെടാതിരിക്കാനാണെന്ന് മനസ്സിലാക്കിയിട്ടില്ല എൻ്റെ പൊന്നുമോൻ. ഇത് ഹൃദയം നൊന്തെഴുതിയ ഒരു അമ്മക്കുറിപ്പാണ്. 21 വയസ്സുള്ള മകൻ സ്നേഹിച്ചത് നിയമവിദ്യാർത്ഥിനിയെ. ഒരുപാട് ആളുകൾ പറയുമല്ലോ ഫേസ്ബുക്കിലില്ല, മക്കളാരും ഫേസ്ബുക്കിലില്ലെന്ന്. ഫേസ്ബുക്ക് ഇപ്പോൾ വയസ്സൻ ക്ലബ്ബാണ്. ഇപ്പം യൗവനം ത്രസിപ്പിക്കുന്ന എല്ലാ സംഗതികളും നിറഞ്ഞൊഴുകുന്നത് ഇൻസ
അവിടെയാണ് ഇതെല്ലാം എത്തുന്നത്. ഇൻസയിലൂടെ കിട്ടിയതാണ് ഈ പൊന്നുമണിയെ. പൊന്നുമണി കണ്ണുമണി മാത്രമല്ല, ഒരുപാട് കൃഷ്ണമണികളുള്ള ഒരു കണ്ണുമണിയാണ്. ആരാണോ ഇതിൽ ആത്മാർത്ഥത കാണിക്കുന്നവൻ, ഞാൻ രാവിലെ പ്രതീക്ഷയെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ രാവിലെ റേഡിയോ പ്രഭാഷണത്തിൽ പറഞ്ഞതുപോലെ, ആരാണോ കൂടുതൽ പ്രതീക്ഷിക്കുന്നത്, അതിനുവേണ്ടി കൂടുതൽ സമർപ്പിക്കുന്നത്, അവൻ ഊത്താമ്പട്ടിയായിത്തീരും. ഇങ്ങനെ ഈ സമൂഹത്തിൽ കുറേ പേരുണ്ട്. പെണ്ണ് വേട്ടയാടപ്പെടുമ്പോഴേ കണ്ണീരോടെ വാർത്ത പുറത്തു വരുന്നുള്ളൂ. ആണ് ചതിയിൽപ്പെടുന്നതിൻ്റെ വാർത്തയൊന്നും പുറത്തു വരാറില്ല. അവന് വേണ്ടി ആരും പറയാറില്ല. അവൻ ചതിക്കപ്പെടുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം, നീ നോക്കേണ്ടിയിരുന്നില്ലേ നിൻ്റെ കാര്യം, നീ മീശ ഉരുത്തില്ലേ, നീ ആൺകുട്ടിയല്ലേ, നീ ആണല്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ ആണായി പോയാൽ പിന്നെ ഈ പറഞ്ഞതുപോലെ ആത്മാർത്ഥതയോ സമർപ്പണമോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളോ ഒന്നും സംഭവിച്ചു കൂടാന്നാണ്. അവനെ സ്നേഹിച്ചൊരു വഴിക്കാക്കി ഏറ്റവും അവസാനം കൈവിടുന്നെന്ന് തോന്നിയപ്പോൾ അവൻ കടുത്ത ഡിപ്രഷനിലേക്കെത്തി. ഒടുവിൽ ആ ഡിപ്രഷനിലും കൗൺസിലിങ്ങിലും എല്ലാം അവൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും മറുവശത്ത് നാടകം തുടരുകയായിരുന്നു. ഗ്രീഷ്മ ഷാരോൺ എന്ന് ഈ എഴുതിയ അമ്മ പരാമർശിച്ചത് വസ്തുതാപരമായി വളരെ ശരിയാണെന്ന് ആ അമ്മയോട് സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നി. അത്ര ഭംഗിയായിട്ടാണ് അഭിനയിച്ചത്. അത് അവൻ ജീവൻ ഒടുക്കിയതിന് ശേഷവും പിന്നീട്. അതുകൊണ്ട് ജീവൻ ഒടുക്കുന്ന, ആത്മാർത്ഥത തുളുമ്പി നിൽക്കുന്ന, സമർപ്പണം മുറ്റി നിൽക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുകയായിരുന്നു, നീയൊക്കെ ചെയ്താൽ നിൻ്റെയൊക്കെ അമ്മയ്ക്കും കുടുംബത്തിനും പോയി, അല്ലാതൊരു കോപ്പുമില്ല, ഒന്നുമില്ല. ബാക്കി നീ ആർക്ക് വേണ്ടിയാണോ ചെയ്യുന്നത് അവർ സുഖമായി ജീവിക്കും. ഇത് ആണിനോടും പെണ്ണിനോടും പറയുന്നതാണ്. നൊന്തു പെറ്റ് പ്രസവിച്ച് വളർത്തുന്ന, ഇത്രമേൽ സൗന്ദര്യവും ഒരു തിളപ്പും തുടിപ്പും കുടിപ്പും തള്ളലും വളർച്ചയും ഒന്നും ഇല്ലാതിരുന്നപ്പം മുതൽ സ്നേഹിച്ച ഒരു അച്ഛനും അമ്മയുണ്ടല്ലോ, പിന്നെ സഹോദരങ്ങളുണ്ടല്ലോ. ആ അച്ഛനും അമ്മയ്ക്കുമൊക്കെയാണ് നീ ഏറ്റവും നഷ്ടങ്ങളിൽ പോലും പ്രിയപ്പെട്ടവളാവുന്നത്, നികത്താനാവാത്ത നഷ്ടമാകുന്നത്, നീയാണെങ്കിലും അവനാണെങ്കിലും. എന്നിട്ടോ ബാക്കിയുള്ളവർക്കെല്ലാം നികത്താവുന്ന ഒരു സംഗതിയേ ഉള്ളൂ. അതിനേക്കാൾ മിടുക്കനും കേമനുമായ ഒരാളിനെ കിട്ടിയാൽ 2 മണിക്കൂർ കൊണ്ട് പഴയതെല്ലാം മറന്നു തീരും. അതുകൊണ്ട് അവരവരുടെ ജീവൻ വെച്ച് ആരും തൊലിഞ്ഞ പ്രേമത്തിൽ ഇടപെടാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ നന്നായിരുന്നു. അത്രയേ ഉള്ളൂ.